ഹയോൾ ജെയ്മെയിൻ 2026 ഫേസ് 1-ലെ 22 ജാനുവരിയിലെ സെക്കൻഡ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ നമ്പർ 12 ചെയ്യാൻ നമുക്ക്. ദ ക്വസ്റ്റ്യൻ ഈസ് ഫ്രം അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് അഥവാ ഏരിയ അണ്ടർ കർവ്. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ? The area of the region A is equal to x, y such that 4x square plus y square less than or is equal to 8 and y square less than or is equal to 4x is. See guys, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇതിൻ്റെ ഫിഗർ വരക്കണം. ഇതിൻ്റെ ഫിഗർ വരക്കണമെങ്കിൽ ആദ്യം ഈ 4x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ, 4x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ, ഇതിന് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താക്കാം 8 എന്നാക്കി മാറ്റാം അല്ലേ. കംപ്ലീറ്റ് ഞാൻ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, കംപ്ലീറ്റ്ലി ഞാൻ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എന്താണ് മക്കളെ 2 എന്ന് വരും അല്ലെ, പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ 8 അല്ലെ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക് 1 എന്ന് കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് ഏത് ടൈപ്പ് എലിപ്സ് ആണ്? ഇത് ഫസ്റ്റ് ടൈപ്പ് എലിപ്സ് ആണോ അല്ല സെക്കൻഡ് ടൈപ്സ് എലിപ്സ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെക്കൻഡ് ടൈപ്സ് എലിപ്സ് ആണ്. ഓടിയല്ലേ. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഓടിയല്ലേ. ഇനി അടുത്തത് ഇതൊരു പരാബോളയാണ് അല്ലെ. പരാബോള എന്ന് പറഞ്ഞാൽ റൈറ്റ് ഓപ്പൺ പരാബോളയാണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം റഫായിട്ട് ഞാനൊരു ഫിഗർ വരച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഓടിയല്ലേ. ഇത് നമ്മുടെ ചങ്ങാതിയാരുടെ എലിപ്സ്. റോഡിയല്ലേ. അതേപോലെ തന്നെ ഇത് നമ്മുടെ എക്സ് ആക്സിസ്, അതേപോലെ ഇത് വൈ ആക്സിസ്. റോഡിയല്ലേ. അപ്പോൾ നമ്മുടെ പരാബോളയും കൂടി വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിഗർ എന്തായി നമ്മൾ കംപ്ലീറ്റ് ആയി. റോഡിയല്ലേ. അപ്പോൾ ഏകദേശം ഇങ്ങനെയാണ് ഫിഗർ വരിക. അപ്പോൾ നമ്മൾ ഇനിക്വാലിറ്റി വെച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീജിയനുള്ള ഏരിയ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് നല്ല അടിപൊളിയായിട്ട് എന്താക്കാം, ഒന്ന് ഷെയ്ഡ് ചെയ്യാം. റെഡിയല്ലേ. യെസ്, ഈ ഒരു റീജിയനിലെ ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ. പക്ഷെ ഈ ഒരു റീജിയനിലെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതിയാടാ മക്കളെ? യെസ്, അതായത് നോക്കണേ. ഓക്കെ, അതായത് 2 ടൈംസ് നോക്കണേ. ആ ഒരു റീജിയൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ഈ റീജിയൻ നമ്മൾ എന്താക്കിയാൽ മതി, ചെയ്താൽ മതി. റെഡിയല്ലേ. 2 ടൈംസ് ഏരിയ ഓഫ് ദിസ് റീജിയൻ നമ്മൾ എന്താക്കിയാൽ മതി, ചെയ്താൽ മതി അല്ലേ. കാരണം വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4x എന്ന് പറയുമ്പോൾ അകത്താണ് വരിക അല്ലേ. അതേപോലെ ദിസ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്കാണ് വരിക. ജസ്റ്റ് ഒരു പോയിന്റ് വെച്ച് നമ്മൾ സാധാരണ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ എനിവേ നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ കംപ്ലീറ്റ് ഏരിയ കണ്ടുപിടിക്കുന്നതിന് പകരം നമ്മൾ എന്താക്കിയാൽ മതി, എടാ ഇത്രയും ഏരിയ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്താക്കിയാൽ മതി, ഇൻറ്റു 2 ചെയ്താൽ മതി. ശരിയല്ലേ. ഇത്രയും ഏരിയ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്താക്കിയാൽ മതി, അതിൻ്റെ കൂടെ ഇൻറ്റു 2 നമ്മൾ എന്താക്കിയാൽ മതി, ചെയ്താൽ മതി. ഓക്കെ അല്ലേ. അപ്പോൾ ഇനി അത്രയും ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ എന്തറിയണം മക്കളെ, ഇവൻ്റെ മീറ്റിംഗ് പോയിന്റ് നമ്മൾ നിർബന്ധമായിട്ടും അറിയണം. ഓക്കെ അല്ലേ. അപ്പോൾ മീറ്റിംഗ് പോയിന്റ് അറിയണമെങ്കിൽ നമ്മളൊക്കെ സോൾവ് ചെയ്യണം. ആരെ സോൾവ് ചെയ്യണം? ഇതേപോലെ വൈ സ്ക്വയർ ഇസ് ഇക്വൽ ടു 4x-നെയും അതേപോലെ തന്നെ 4x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഇക്വൽ ടു 8-നെയും സോൾവ് ചെയ്യണം അല്ലേ. എങ്ങനെയാണ്? ഒന്നുമില്ല, ഈ പറഞ്ഞ ഈ വൈ സ്ക്വയർ ഇസ് ഇക്വൽ ടു 4x അല്ലേ. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ വൈ സ്ക്വയറിന് വരെ നമ്മൾ എന്താക്കുക, 4x കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ അല്ലേ. സോ ഇവിടെ 4x സ്ക്വയർ പ്ലസ് 4x അല്ലെ ഈസ് ഇക്വൽ ടു 8 എന്ന് വരും. കംപ്ലീറ്റ്ലി 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈസ് ഇക്വൽ ടു 0 എന്ന് വരും. റെഡിയല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക മക്കളെ? യെസ്, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈസ് ഇക്വൽ ടു 0 അല്ലേ. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -2 കിട്ടണം, ആഡ് ചെയ്താൽ 1 കിട്ടണം എന്ന് പറഞ്ഞാൽ നമുക്ക് 2 പോയിന്റ്സ് കിട്ടും. ഒന്ന് എന്താണ്, യെസ് എക്സ് പ്ലസ് 2 ഇൻറ്റു എന്താണ്, യെസ് എക്സ് മൈനസ് 1 ഈസ് ഇക്വൽ ടു എന്താണ് 0 എന്ന് കിട്ടും. റെഡിയല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് ഇസ് ഇക്വൽ ടു 1 എന്ന് കിട്ടും. എക്സ് ഇസ് ഇക്വൽ ടു -2 കിട്ടും അല്ലെ. അത് നമ്മൾ റിജക്ട് ചെയ്തു അല്ലേ, കാരണം നമുക്ക് ഇവിടെ പോസിറ്റീവ് ഡയറക്ഷനാണ്. അപ്പോൾ എക്സ് ഇസ് ഇക്വൽ ടു 1 എന്ന് കിട്ടി. റെഡിയല്ലേ. അപ്പോൾ എക്സ് ഇസ് ഇക്വൽ ടു 1 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായി, അവിടെ പരിപാടി കഴിഞ്ഞടാ അല്ലേ. നമുക്ക് അടുത്ത എന്താണ്, യെസ് ഓക്കെ, പിന്നെ എന്താക്കിയാൽ മതി, ഈ മീറ്റിംഗ് പോയിന്റ് കിട്ടി അല്ലേ. അപ്പോൾ ഈ പോയിന്റ് എക്സ് കോർഡിനേറ്റ് മാത്രം കിട്ടിയാൽ മതി അല്ലേ. ഈ മീറ്റിംഗ് പോയിന്റ് കിട്ടി, ഇത് 1 എന്ന് കിട്ടി. ഇനി വാട്ട് അബൌട്ട് ദിസ് വൺ അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അല്ലേ, നമുക്കറിയാം ഇത് എൻഡ് ഓഫ് എന്താണ് മൈനർ എക്സ് ആണ്. എൻഡ് ഓഫ് മൈനർ എക്സ് കിട്ടണമെങ്കിൽ ഇവിടെ നമുക്ക് എന്താക്കണം, ഇവിടെ ബി സ്ക്വയർ എന്താണെന്ന് അറിയണം എലിപ്സിൻ്റെ. അത് 2 ആണ്. അപ്പോൾ ബി ഈസ് ഇക്വൽ ടു എന്താണ് √2 അല്ലേ. ദിസ് കോർഡിനേറ്റ് സംതിങ് ബട്ട് √2 എന്ന് വരും. റെഡിയല്ലേ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് അവർ റിക്വയർഡ് ഏരിയ? നമ്മുടെ റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഈസ് ഇക്വൽ ടു അല്ലേ 2 ടൈംസ്. എന്തുകൊണ്ടാണ് 2 ടൈംസ് വന്നത്? അതായത് നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഓപ്പറേഷൻ പ്രകാരം ഇത്രയും ഏരിയ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. മനസ്സിലായില്ലേ. ഓക്കെ അല്ലേ. പക്ഷെ നമുക്ക് വേണ്ടത് അത്രയും ഏരിയ മാത്രമല്ല, ഇതിന് താഴേക്കുള്ള ഏരിയ നമുക്ക് വേണം. ഓടിയല്ലേ. അപ്പോൾ അതിനാണ് 2 ടൈംസ് നമ്മൾ എന്താക്കുന്നത് കൊടുക്കുന്നത്. അപ്പോൾ 2 ടൈംസ് വാട്ട് ഈസ് ആർ ഇൻറ്റഗ്രൽ വാട്ട് ഈസ് ആർ 0 to 1 അല്ലെ. 0 to 1 ഓക്കെ. വാട്ട് ഈസ് ആർ 0 to 1 നമ്മൾ ആരെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്? പരാബോളയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് അല്ലെ. പരാബോള. ഓക്കെ അല്ലേ. യെസ്, പ്ലസ് അടുത്തതോ എടാ 1 to √2 അല്ലെ. 1 to √2 ഞാൻ ആരെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യണത്? അതായത്
അവന് എലിപ്സിനെയാണ് മക്കളെ എന്താക്കേണ്ടത്, ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. റെഡിയല്ലേ? അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പം നമുക്കിവിടെ നമ്മൾ ഏരിയ ബിറ്റ്വീൻ അല്ലേ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഏരിയ ബിറ്റ്വീൻ കർവ് ആൻഡ് എക്സ് ആക്സ് ആണ്. റെഡിയല്ലേ? ഏരിയ ബിറ്റ്വീൻ കർവ് ആൻഡ് എക്സ് ആക്സ് ആകുന്ന സമയത്ത് നമ്മൾ എന്താക്കുക, ഇൻ്റഗ്രൽ വൈ ഡി എക്സ് ആണ് നമ്മൾ ചെയ്യുക. റെഡിയല്ലേ? ഇൻ്റഗ്രൽ വൈ ഡി എക്സ് ആണ് ചെയ്യുക. അപ്പം നമ്മൾ എന്താക്കണം, ഇവരെയൊക്കെ എന്താണ്, വൈ ഈസ് ഈക്വൽ ടു എന്താണ്, യെസ് ആ ഫോർമാറ്റിൽ എഫ് ഓഫ് എക്സ് എന്ന ഫോർമാറ്റിലേക്ക് നമ്മൾ മാറ്റണം. ഓക്കെ അല്ലേ? അതായത് ഒന്നാമത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എലിപ്സിൻ്റെ കഥ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഇവിടെ വാട്ട് ഈസ് എലിപ്സ്? എലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4x² + y² = 8 ആണ് അല്ലടാ. 4x² + y² = 8 ആണ് അല്ലേ. സോ അവിടെ y = നമുക്ക് √ എന്ത് കിട്ടും മക്കളെ? യെസ്, 8 - 4x² എന്ന് കിട്ടും. റെഡിയല്ലേ? ഓറൽസ് ആ 4 ഒക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പുറത്തേക്ക് എടുക്കാം. അപ്പോൾ അത് 2 ആയിട്ടാണ് പുറത്തേക്ക് വരിക. റെഡിയല്ലേ? അപ്പോൾ 2 × 2 അല്ലേ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 - x² എന്ന് വരും. റെഡിയല്ലേ? 8 - ഓക്കെ അല്ലേ? യെസ്, അങ്ങനെ കിട്ടും. റെഡിയല്ലേ? അപ്പോൾ 2 times വാട്ട് ഈസ് ദാറ്റ്, ഇൻ്റഗ്രൽ 0 to 1 ഓക്കെ എന്താണ് മക്കളെ? യെസ്, 2 × എന്ത് കിട്ടണം മക്കളെ? യെസ്, 2 - x² അല്ലേ. ക്ഷമിക്കണം, നമുക്ക് ആദ്യം പരാബോളയല്ലേ വേണ്ടത് അല്ലേ, രണ്ടാമതാണ് എന്താണ് എലിപ്സ് വേണ്ടത്. ഇങ്ങനെയല്ലല്ലോ, നമുക്ക് ആദ്യം പരാബോളിൻ്റെ കാര്യം തീരുമാനമാക്കണം. ഓക്കെ അല്ലേ? സോ പരാബോള എന്ന് പറഞ്ഞാൽ y² = എന്താണ് മക്കളെ? 4x ആണ്. എടാ റെഡിയല്ലേ? y² = എന്താണ്? 4x ആണ് പരാബോള. റെഡിയല്ലേ? അപ്പോൾ y² = 4x ആണ്. അപ്പോൾ അതിനെ y = സംതിങ്ങിലേക്ക് മാറ്റാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അത് കുറച്ചും കൂടി എളുപ്പമുള്ള സാധനമാണ് അല്ലേ. അഥവാ y = നമുക്ക് എന്ത് കിട്ടണം മക്കളെ? യെസ്, 2√x എന്ന് കിട്ടും. അപ്പോൾ നോക്കണേ, അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 എന്താണ് മക്കളെ? യെസ്, 2√x dx പ്ലസ് ഇൻ്റഗ്രൽ 1 to √2 അല്ലേ. അപ്പോൾ എലിപ്സിൻ്റെ കേസാണ് നമ്മൾ പറഞ്ഞത് എന്താണ്, 2 × എന്താണ്, യെസ്, √, എന്താണ്, യെസ്, 2 - x² എന്ന് നമ്മൾ പറഞ്ഞത് അല്ലേ. 2 - x², പുറത്ത് ഒരു 2 ഉള്ള കാര്യം മറക്കണ്ട. ഓക്കെ, സോ നമുക്കതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ 2 × വാട്ട് ഈസ് ദാറ്റ്, ഇവിടെ ഇൻ്റഗ്രൽ 0 to 1 അല്ലെ 2√x ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? 2 × അല്ലെ വാട്ട് ഈസ് ദാറ്റ്, 2/3 x⁻³ അല്ലേ. എവിടെ മുതൽ എത്ര വരെയാടാ? യെസ്, 0 മുതൽ 1 വരെ. റെഡിയല്ലേ? 0 മുതൽ 1 വരെ. ഇതിൻ്റെ മക്കളെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? വാട്ട് ഈസ് ഇതിൻ്റെ ഇൻ്റഗ്രൽ? യെസ്, ഇറ്റ് ഈസ് സംതിങ് ബട്ട് 2 × അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയാട്ടെ, ഇവിടെ 2√x ഉണ്ട് അല്ലെ, ഇവിടെ 2 ഉണ്ട്. എന്തിനിപ്പോൾ എല്ലാ 2 കൂടി നമ്മൾ എടുത്ത് അലാക്കാക്കുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാം, ഈ 2നെയും പുറത്തേക്ക് എടുക്കാം. സോ പുറത്ത് ഓൾറെഡി ഒരു 2 ഉള്ളത് കൊണ്ട് ഇവിടെ 4 ആയിട്ട് മാറി. റെഡിയല്ലേ? അപ്പോൾ ഇവിടെ എന്തായി മക്കളെ? യെസ്, ഓക്കെ, ഇവിടെ അത് 4 ആയിട്ട് മാറി. റെഡിയല്ലേ? അപ്പോൾ സെറ്റ്, അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായി. ഓക്കെ, ഇനി മക്കളെ എന്താണ് √2 - x² ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ? അതായത് x/2 × അല്ലെ വാട്ട് ഈസ് √2 - x². ഓക്കെ അല്ലേ, പ്ലസ് 2/2 അല്ലെ ഇൻറ്റു എന്താണ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എന്താണ് √2 എന്ന് വരും. ഓക്കെ അല്ലേ. എത്ര മുതൽ എത്ര വരെ? 1 മുതൽ √2 വരെ. എടാ മനസ്സിലായല്ലേ? റെഡിയല്ലേ? 1 മുതൽ √2 വരെ. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് എന്താക്കാം, ലിമിറ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യേ വേണ്ടു. ഓക്കെ, ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കും, ഉത്തരം കിട്ടും. റെഡിയല്ലേ? ഇവിടെ 4 × അല്ലെ, ഇവിടെയാണെങ്കിൽ ഇവിടെ 2/3 എന്ന് വരും ഇവിടെ അല്ലേ. അല്ലേ, കാരണം ഇവിടെ 1 കൊടുക്കുന്ന സമയത്ത് അപ്പോൾ അവൻ്റെ കാര്യം തീരുമാനം അല്ലേ. ഇനി ഇതിൻ്റെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ നോക്കണം, ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ √2 കൊടുക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ √2 കൊടുക്കുമ്പോൾ ഈ ടേം കംപ്ലീറ്റ്ലി എന്താ മക്കളെ? ഇത് 0 അല്ലെ. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഈ ടേം കംപ്ലീറ്റ്ലി 0 അല്ലേ. ഇവിടെ 2/2 എന്ന് പറഞ്ഞ സംഗതി എന്താണ്? 1 ആണ്. അപ്പോൾ അത് നമ്മൾ വെറുതെ എന്ത് ചെയ്യണ്ട, അത് വെറുതെ ഇട്ട് കൊളാക്കണ്ട. ഇവിടെ ആണെങ്കിൽ സൈൻ ഇൻവേഴ്സ് √2 ഡിവൈഡ് ബൈ √2 അഥവാ സൈൻ ഇൻവേഴ്സ് 1 എന്ന് വരും അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് മക്കളെ? യെസ്, π/2 ആടാ. അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞ്. റെഡിയല്ലേ? അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞു. ഓക്കെ അല്ലേ. ഇനി അടുത്തത് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കണമല്ലോ. അപ്പോൾ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ 1 കൊടുത്താൽ ഇവിടെ 1/2 × 1 അഥവാ 1/2 എന്ന് വരും. റെഡിയല്ലേ. ഇനി ഇവിടെ ആണെങ്കിൽ മക്കളെ സൈൻ ഇൻവേഴ്സ് 1/√2 എന്ന് വരും അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സംതിങ് ബട്ട് π/4 എന്ന് വരും. എടാ മക്കളെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എടാ സെറ്റ് അല്ലേ? യെസ്, ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം, ഇതിനെ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്താക്കാം, ഇതിനെ സിംപ്ലിഫൈ ചെയ്യാടാം. ഓക്കെ അല്ലേ. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? 1/2 തന്നെയല്ലേ വരിക. 1/2 യെസ്, കറക്റ്റ് ആണ്. ഓക്കെ, ഇവിടെ 4 × ഇവിടെ 2/3 - 1/2. ഇവിടെ ആണെങ്കിൽ π/2 - π/4 എന്ന് പറഞ്ഞാൽ അത് π/4 എന്ന് വരും. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് 2/3 - 1/2 മാത്രമാണ്. അപ്പോൾ 4 - 3 എന്ന് പറയുമ്പോൾ 1/6 എന്ന് വരും. റെഡിയല്ലേ. ഇവിടെ 2/3 1/6 എന്ന് വരും. ഓക്കെ അല്ലേ. യെസ്, 1/6 പ്ലസ് π/4 അല്ലേ. ഇനി 4നെ ഞാൻ ഉള്ളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ എന്താ 4ന് ഉള്ളിലേക്ക് കൊടുത്താൽ ഇവിടെ 2/3 എന്നായിട്ട് മാറും. റെഡിയല്ലേ. യെസ്, 2/3 എന്നായിട്ട് മാറും. ഇതാണെങ്കിൽ π എന്ന് വരും. റെഡിയല്ലേ. യെസ്, ഓക്കെ അല്ലേ. യെസ്, അപ്പോൾ 2/3 പ്ലസ് π ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കുറച്ച് സമയം എടുക്കും, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ദെൻ വി വിൽ മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.